കോൺഗ്രസ് പ്രതിനിധിക്ക് വടകര മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ളത് ബോധ്യം ഇപ്പം ഇവിടെ വന്ന്. ആണോ? ശൈലജയോ പ്രഫുല്ലകൃഷ്ണനോ വിജയിക്കുക? അല്ല, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് അദ്ദേഹം കുറച്ച് മുമ്പേ പറഞ്ഞത് വടകരയുള്ള വോട്ട് BJPയുടെ വോട്ട് ശൈലജ ടീച്ചർക്ക് മറിച്ചു കൊടുക്കുക, അതിന് ബദലായിട്ട് സുരേഷ് ഗോപി നിൽക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ അത് LDFന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്യാന്ന്. അത് അടച്ചിട്ട മുറിയിൽ വെച്ച് BJP നേതാക്കന്മാർ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. ഏത് നേതാവ് ഏത് അടച്ചിട്ട മുറി എന്നാ ചർച്ച ചെയ്തെന്ന് ഇദ്ദേഹം പറയണം, അല്ലെങ്കിൽ ആക്ഷേപിക്കലാണ് അല്ലേ? ഓക്കെ, അതിന് മറുപടി യൂണിഫോം ചോദിച്ചോ. ആരോടാ? 18 മാസ പെൻഷൻ പണം ഇവിടെ UDF അധികാരത്തിലുള്ള സമയത്താണ് കൊടുക്കാനുള്ളത്. 18 ഇല്ല കേട്ടോ. കൊടുക്കാതെ 3 18 മാസം പൈസ കൊടുക്കാനുണ്ടായിട്ട് അത് UDFന്റെ ഭരണകാലം കൊടുത്തില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 18 മാസം പൈസ കൊടുത്ത് അത് ചിന്തിക്കണം. ഈ 5-6 മാസം പൈസ കൊടുക്കാണ്ടാവില്ല ആട് നിലവിളി. പിന്നെ ഒരൊറ്റ വർത്തനം, ഈ മുരളീധരൻ അടിപ്പാത ഉണ്ടാക്കാന്ന് പറഞ്ഞ് പോയ പോക്ക പിന്നെ ഭാഗം കണ്ടിട്ടില്ല. എന്താ ഇവിടുത്തെ ഒരു സാധ്യത? ഈ KK ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് അഴിമതി നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒന്ന് ചേർന്ന് മുമ്പോട്ട് വന്നേ. ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു VP കിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന്. എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇതുവരെ പിന്നെ കോവിഡ് പ്രതിരോധം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BP കിറ്റ് ഇപ്പൊ ED നിലവില് കേരളത്തില് മന്ത്രിമാരൊക്കെ നിരങ്ങാണ് എല്ലാ ഇതിലും കയറിയിട്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ ഇപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം, നിങ്ങൾ പറയണം. പിന്നെ BJP-നോടാണ് BJP-യോടായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. BJP-ആയിട്ട് ബന്ധപ്പെട്ട് മണിപ്പൂർ വിഷയത്തിൽ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തത്? മണിപ്പൂർ വിഷയത്തിൽ നാരീശക്തി പറയുന്ന BJP എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ചോദിച്ചോളൂ. എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി എന്തിനാ സ്വന്തം നാടും വിട്ടിട്ട് കേരളത്തിലെ മാനന്തവാടിയിൽ വന്ന് മത്സരിക്കുന്നത്? അയാൾക്ക് സ്വന്തം പിറന്ന നാട്ടില് BJP-ക്കെതിരായിട്ട് മത്സരിച്ച് കേരളത്തെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. ചോദിച്ചോ. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത് CPM-ന്റെ പ്രതിനിധിയോടാണ്. ഇത്രയേ ഉള്ളൂ. അതാണ് CA ആയി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വളരെ വലിയൊരു ആശങ്കയിലാണ്. ആ ആശങ്ക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് AK ബാലൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രേ ചോദ്യം, പദവിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇത്രയും ആശങ്കയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ദേശീയ പാർട്ടി പദവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ചോദ്യം. അതാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഇനി 3 പേർക്ക് ഒറ്റ ചോദ്യം കൂടി, അതിനുശേഷം മറുപടി പറഞ്ഞോ. ഹലോ, ഞാൻ ചോദിക്കുന്ന കാര്യം അറിയാം. ഇവിടെ കാലാകാലായിട്ട് കോൺഗ്രസും BJP-യും മത്സരിക്കുന്നുണ്ട്. CPM-നോടെ ഈ ഇവിടുന്ന് കോൺഗ്രസ് CPM-ന്റെ കോൺഗ്രസ് ജയിച്ചു പോയാല്, കോൺഗ്രസ് ഇവിടുന്ന് 20 സീറ്റിൽ ജയിച്ചു പോയാല് പിറ്റേന്ന് തന്നെ ആ സീറ്റ് വിൽക്കൂലേ? ഷാഫി പറമ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓൻ ആരാറിയോ? ഓൻ അങ്ങനെ ആടെ ബോട്ട് വിറ്റിട്ട് വന്നേ. ആടെ ബോട്ട് വിറ്റിട്ട് ഓനെ കോൺഗ്രസിന്റെ ആളാക്കിയ ഒരാളുണ്ട്. ഓൻ മരിച്ചു പോയിട്ട് ഓനെ കാണരുത് മറ്റി അങ്ങനെ ഈ ബോട്ട് കോൺഗ്രസ് ഇല്ലേ ജയിച്ചാൽ ഈ ബോട്ട് വിറ്റിട്ട് ഓല് പോകും. അതാണ് സംശയം. താമര വിനിയോഗത്തിലാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോ, പെട്ടെന്ന് ചോദിച്ചോ. എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ മാഷോടാണ്. അതായത് പൗരത്വ ഭേദഗതിക്ക് എതിരെ ഭയങ്കര ഘോരഘോര സംസാരിക്കുന്ന ഇടതുപക്ഷവും പിണറായി വിജയനും 1000 ചില കേസുകൾ UDF-ന്റെ പ്രവർത്തകരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് വരെ പിൻവലിച്ചിട്ടില്ല.